ഈ പിണറായി വിജയൻ ഭരിക്കുകയാണെങ്കിൽ ഈ ജനങ്ങളൊക്കെ മണ്ണ് വാരി തിന്നേണ്ടി. ഇനി അടുത്ത് വരുമ്പോഴേ 10 വർഷം കൊണ്ട് 10ാമത്തെ വർഷത്തിലാണ് അവൻ 500 രൂപ പെൻഷൻകാർക്ക്. എന്നിട്ട് ഇപ്പോഴേ പറയണമെന്ന് അവൻ വന്നിട്ടാണ് 2000 രൂപ കറക്റ്റാണ് കിട്ടുന്നത്. നമ്മളെ പണമാണ് തിരികെ തരുന്നത്. കൊള്ളയടിച്ചിട്ട് നമ്മളെ കാശാണ് തിരികെ തരുന്നത്. അവൻ കയ്യിൽ നിന്ന് ചവിടി അങ്ങനെ തരുന്നതല്ല. BJP ആണ് എൻ്റെ അറിവിൽ ഇനി ഒരു പുതിയ മന്ത്രിസഭ കേരളം നന്നാവണമെങ്കിൽ അതേപോലെ കോൺഗ്രസും വേണ്ട. കോൺഗ്രസും കൊള്ളക്കാരന്മാരല്ലേ. ഈ ഭരിക്കുന്നതിനേക്കാളും കള്ളനാണ് ഇനി വരാൻ പോകുന്ന കോൺഗ്രസ്. ജനങ്ങൾ തീരുമാനിക്കട്ടെ ആര് വരണം. ജനങ്ങളെ മണ്ണ് തിന്നാനാണ് തീരുമാനിച്ചെങ്കിൽ മണ്ണ് തിന്നു. അല്ലെങ്കിൽ രണ്ടാമത്തെ വരവ് വരേണ്ട കാര്യമുണ്ട്. ഏതെങ്കിലും ഒരു 5 കൊല്ലം ഇവിടെ ഇരുത്തിയിട്ട് ഇറക്കി വിട്ടിട്ട് ഒരു പുതിയ മന്ത്രി കസേര കിട്ടിയിരുന്നെങ്കിൽ ഇത്രയും കഷ്ടം വരില്ല. ഇപ്പൊ ആനക്കുഴിയാണ് എത്ര കോടിയാ കിട്ടിയിട്ടിരുന്നു കേരളം. അവിടെ ഒന്നുമില്ല. ഖജനായിരുന്നു. ഇനി വരുന്നവൻ ചിലപ്പോൾ പാടുപെടേണ്ടി വരും. BJP വരെയാണെങ്കിൽ കേന്ദ്രം കൊടുക്കും. കേന്ദ്രത്തിന്റെ റേഷനാണ് ജനങ്ങൾ ചെയ്യുന്നത്. നമുക്കൊക്കെ അറിയാമല്ലോ. അല്ല ഇങ്ങനെ ഒരു കോണം കൊടുത്തിട്ടില്ല. കേരളം ഒന്നിനും ബുദ്ധിമുട്ടില്ലെന്നാണ് എല്ലാ വണ്ടിയിലും എല്ലാവരും. നീ മിണ്ടാതെ ഒരു ഭാഗത്തിരുന്നെങ്കിൽ നിനക്കുള്ള സീറ്റ് കൊണ്ട് നിനക്ക് പോവാം. ഇങ്ങനെ ആളുകളെ കുത്തി തിരിക്കുമ്പം ഭ്രാന്ത് പിടിക്കും ആൾക്കാർ. അവൻ്റെ പാർട്ടിക്കാരൻ തന്നെ വെറുതെ നിൽക്കുക. ഇപ്പം ശബരിമല കൊള്ളയാണ് നടക്കുന്നത്. അപ്പം ഇതിനൊക്കെ മുഖ്യമന്ത്രി പങ്കില്ലാതെ ഒരു കേസുണ്ടോ? എന്തുകൊണ്ടാണ് അതിനെ അവർ നിയന്ത്രിക്കുന്നില്ല? 10 വർഷം കൊണ്ട് നാടിനെ പൊട്ടിച്ച് ഒരാൾക്ക്. ഇനി ഒരു BJP ഭരണം കിട്ടിയാൽ കേരളത്തിൽ നല്ലതാണ്. ജനങ്ങൾ നന്നാവും.